എങ്ങനെ ഇരിക്കണം? ഇന്ന് രാവിലെ പുട്ടുമായിട്ടായിരുന്നു കേട്ടോ മൽപ്പിടുത്തം. എല്ലാ തവണയും നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ഗോതമ്പ് പുട്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല, ആള് പണി വെട്ടിച്ച്. 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയും പുട്ടുപൊടിയും ചേർത്തതിന് ശേഷം നേരെ അടുപ്പത്ത് വെച്ചു. പക്ഷെ എന്താണെന്നറിയില്ല, പുട്ടുതാ ഇതുപോലെ പൊടിഞ്ഞാണ് കേട്ടോ വന്നത്. പുട്ടുപൊടിയിൽ ചേർത്ത വെള്ളം കുറച്ച് കുറഞ്ഞു പോയി തോന്നുന്നു. രണ്ടാമത് പൊടിയിൽ വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ പുട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പുട്ട് സക്സസ് ആയ സ്ഥിതിക്ക് നമുക്ക് നേരെ കറി ഉണ്ടാക്കാം. അതിന് ചെറുപയറിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ട് ജീരകവും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരപ്പ് ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് വെള്ളം ചേർത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് താളിക്കണം. അതിന് വേണ്ടി കടുകിട്ട് പൊട്ടിച്ചിട്ട് ഉള്ളി അതുപോലെ കറിവേപ്പില കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയിടുക. കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊടിഞ്ഞു പുട്ട്, പൊടിയാത്ത പുട്ട്, ചെറുപയറിന്റെ കറി എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം.